തളിപ്പറമ്പ് കുപ്പത്തിലാണുള്ളത്. മെയ് മാസം അവസാനമാണ് കുപ്പത്തിൽ ജനങ്ങളെ എല്ലാവരെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ടുണ്ടായ ഒരു മണ്ണിടിച്ചിലുണ്ടായത്. ആ മണ്ണിടിച്ചിൽ കാര്യമായ നാശനഷ്ടം തന്നെ ഉണ്ടായിട്ടുണ്ട്. വീടുകൾക്കെല്ലാം കാര്യമായ കേടുപാടുകൾ ഉണ്ടായി. ആ സമയത്തെ കുപ്പത്തിന്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. കുപ്പം കപ്പണത്തട്ടിൽ കഴിഞ്ഞ മെയ് മാസത്തിലാണ് കനത്ത മഴയെ തുടർന്ന് അതിരൂക്ഷമായ മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടായത്. കപ്പണത്തട്ടിൽ നിന്നും താഴ്ന്ന പ്രദേശമായ CH നഗറിലേക്കാണ് ചെളിയും വെള്ളവും ഒഴുകിയെത്തിയത്. നിരവധി വീടുകളിൽ ചെളി നിറഞ്ഞ് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും വീടുകൾ ഉപയോഗയോഗ്യമല്ലാതായി മാറുകയും ചെയ്തു. തുടർന്ന് നടന്ന ശക്തമായ ജനകീയ പ്രക്ഷോഭം കേരളത്തിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ദേശീയപാത വഴി ഗതാഗതം ആഴ്ചകളോളം നിർത്തിവെച്ചാണ് മണ്ണിടിച്ചിൽ പൂർണ്ണമായി തടയാനുള്ള പ്രവൃത്തി പൂർത്തീകരിച്ചത്. വൻതോതിൽ മണ്ണിടിഞ്ഞ ഭാഗം തട്ടുകളായി തിരിച്ച് പാർശ്വഭാഗത്ത് കരിങ്കൽ ചീളുകൾ ഉപയോഗിച്ച് ഭിത്തി നിർമ്മിക്കുകയും റോഡിനോട് ചേർന്ന ഭാഗങ്ങളിൽ അടർന്നു വീണ മണ്ണ് ഒലിച്ചിറങ്ങാതിരിക്കാനും കരിങ്കൽ ചീളുകൾ റോഡിലേക്ക് നിരങ്ങി നീങ്ങാതിരിക്കാനും നൂറുകണക്കിന് ചാക്കുകളിൽ ജില്ലിപ്പൊടി നിറച്ച് കൂട്ടിയിടുകയും ചെയ്തു. ഇതോടൊപ്പം മണ്ണിലേക്ക് മഴവെള്ളം ഇറങ്ങാതിരിക്കാൻ ടാർപോളിൻ ഷീറ്റുകളും വിരിച്ചു. ഇതോടെയാണ് മണ്ണിടിച്ചിൽ പൂർണ്ണമായും തടയാനും മഴവെള്ളത്തിൽ ചെളി കലരുന്നത് ഒഴിവാക്കാനും സാധിച്ചത്. മഴ മാറിയതോടുകൂടി തന്നെ മണ്ണിടിച്ചിലുണ്ടായ ഈ പ്രദേശത്തെ പ്രവൃത്തി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു ദുരന്തം ആ സമീപ പ്രദേശത്തുള്ളവർക്ക് താങ്ങാൻ കഴിയാത്തതിന് അപ്പുറമായിരിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കണം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിതമായി വന്ന ആ ചെറിയ മഴയിൽ പോലും ചളിവെള്ളങ്ങൾ കുത്തി ഒഴുകുകയാണ് CH നഗർ ഭാഗത്തുണ്ടായത്. അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് അടുത്ത കാലവർഷം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ഒരു ദുരന്തമില്ലാത്ത രീതിയിൽ അതിനെ മാറ്റണമെന്നാണ് പരിസരവാസികളായ ഞങ്ങൾക്കൊക്കെ അത് അഭ്യർത്ഥിക്കാനുള്ളത്. മഴ മാറി കാലാവസ്ഥ അനുകൂലമായതോടെ വീണ്ടും ദേശീയപാത പ്രവൃത്തി പൂർണ്ണതോതിൽ പുനരാരംഭിച്ചു. ദേശീയപാതയിൽ നിന്നും 10 മീറ്ററോളം ഉയരത്തിൽ സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗത്തും സർവീസ് റോഡിന്റെ മറുഭാഗത്തു നിന്നും ചെങ്കുത്തായി വലിയ രീതിയിൽ മണ്ണ് നീക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നുണ്ട്. വരുന്ന മാർച്ചോടെ ഈ ഭാഗത്തെ പ്രവൃത്തി പൂർത്തിയാക്കുമെന്നാണ് കരാറുകാരുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും ലഭിക്കുന്ന വിവരം. അതേസമയം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും മഴവെള്ളപ്പാച്ചിലും ഉണ്ടാക്കിയ ഭീതിയിൽ നിന്നും പ്രദേശത്തെ ജനങ്ങൾ ഇനി മോചിതരായിട്ടില്ല. അശാസ്ത്രീയമായ പ്രവൃത്തി കാരണമാണ് ദുരന്തമുണ്ടായത്. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തി വിലയിരുത്തി ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്ന് ഉറപ്പുവരുത്താനും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങൾ ഒഴിവാക്കാനും ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അടുത്ത മഴക്കാലം ആകുമ്പോഴേക്കും ഈ പ്രദേശത്തെ ദുരിതം പൂർണ്ണമായും മാറുമെന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ. കുപ്പത്ത് നിന്നും വീഡിയോ ജേർണലിസ്റ്റ് പ്രമോദ് ചെടിച്ചേരിക്കൊപ്പം മെഗാ PV സീൽ ന്യൂസ്.